ഗൈസ് നമ്മൾ ഇന്ന് സാൻ ഫുഡിയുടെ ഒരു ഷോർട്സ് കണ്ടിട്ട് വന്നത് സ്പെഷ്യൽ സിംഗർ ബർഗറാണ്. സിംഗർ ബർഗർ, റാപ്പ്, അങ്ങനെ കുറച്ച് സ്ഥലം ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ വരാനുള്ള വെയിറ്റിംഗാണ്. ഗൈസ് നല്ല അഫോർഡബിൾ പ്രൈസിൽ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സ്പോട്ടെന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ കടയിലോട്ട് വന്നത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണോ അല്ലേ എന്ന് നമ്മൾ ഇത്രയും സാധനങ്ങളാണ് അപ്പോൾ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് എന്തായാലും കഴിച്ചു നോക്കാം. നമുക്ക് ടേസ്റ്റ് ഒക്കെ ഉണ്ടോയെന്ന് അറിയണമല്ലോ. അപ്പം നമുക്ക് കഴിച്ചിട്ട് ഫസ്റ്റ് ഫ്രഞ്ച് ഫ്രൈസ് ഇങ്ങനെയൊക്കെ എടുക്കാനുള്ളത്. അമ്മൊരു ഡൗട്ടാണ് കേസ്, ഫുഡ് ബ്ലോഗേഴ്സ് എങ്ങനെയാണ് വീഡിയോ എടുക്കുന്നത്, ഒരു കടയിൽ കയറി നമ്മൾ എങ്ങനെ ഇരിക്കണം, എങ്ങനെ കഴിക്കണം എന്നൊക്കെയാണ്. എന്നെ വെച്ച് ഒന്ന് കാമഡി പണ്ണല്ലേ. മണി വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഇരുന്ന് ഫുഡ് നിങ്ങൾക്കാണൊരു പീസ്. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്, നല്ല ചൂടുണ്ട്. അതെ, ഇതിൽ നമ്മൾ ഓർഡർ കൊടുത്തതിന് ശേഷം ഇവിടെ ചെയ്ത് വരുന്നതെന്നാണ് തോന്നുന്നത്. കാരണം എല്ലാവർക്കും നല്ല ചൂടുണ്ടാവും. നേരത്തെ അടി കാണിച്ച് വരും കഴിച്ച്. അപ്പോൾ സംഭവം കൊള്ളാം. നിങ്ങൾക്ക് നമ്മുടെ കാര്യങ്ങളുള്ളത്, അപ്പം ആദ്യത്തെ വേറെ ഫുഡ് സ്പോട്ടൊക്കെ നിൽക്കാതെ അഫോർഡബിൾ പ്രൈസ് സ്പോട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കും. നമ്മളോടൊപ്പം നമ്മൾ എന്തായാലും അവിടെ പോയി കഴിച്ചിട്ട് അതിൻ്റെ റിവ്യൂ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ചൂടുണ്ട്. സൂപ്പർ. ഇതൊക്കെ ഒന്നും ഇഷ്ടമില്ലാത്തതല്ലോ. എങ്ങനെയുണ്ട്? മിന്നു എഗ്രി ചെയ്ത്. ഇനി നമുക്ക് അവിടുത്തെ മണിയുടെ അഭിപ്രായം ചോദിക്കാം. മണി നല്ല ജ്യൂസ് ഉണ്ട്. എങ്ങനെയുണ്ട്? സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഹൈ ആണ് ഗൈസ്. ഗൈസ് അനിയത്തി പാസം നമുക്ക് പല്ല് കമ്പി. അതെ, നോക്കൂ ഗൈസ്, മിന്നുവിനെ തന്ന ഞാനാണോ? എങ്ങനെയുണ്ട്? നല്ല അടിപൊളി ടേസ്റ്റാണ്. നല്ല ജ്യൂസി, അതെ, നല്ല സാറ്റിസ്ഫാക്ഷൻ തന്നെ. അതെ, ഭയങ്കരമായിട്ട് നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ് ഇതിൽ. തുടങ്ങി അവിടെ കറക്കി എടുത്തോളൂ. എങ്ങനെ മണി കഴിച്ചോണോ? അപ്പോൾ നമ്മള് നമ്മളെ റോസ്റ്റിലാണ് എടുത്തേക്കുന്നത്. അതായത് സ്ട്രിപ്സ് എന്നാൽ ചൂടായിട്ടുള്ള സാധനം. ഗൈസ്, സത്യം പറഞ്ഞാൽ ഞങ്ങൾ എന്തുകൊണ്ട് ഇന്ന് വന്നത് വളരെ വൈകിപ്പോയി. അതെ, എന്തുകൊണ്ട് ഞങ്ങൾ വന്നത് വൈകിപ്പോയി. സാധനം എല്ലാം അടിപൊളിയാണ് സാർ. ഗൈസ്, നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളിങ്ങനെ
നിങ്ങൾ ഉറപ്പായിട്ടും ഈ കടയിൽ വരണം ഗൈസ്. ഞാൻ മണിക്കൂർ കയ്യറി അനിയത്തി പാസം ഗൈസ്, അനിയത്തി പാസം നമുക്ക് തല്ലി കമ്പി വരും. അതെ നോക്കൂ ഗൈസ്, മിന്നൂടെ തന്ന സ്നേഹമുണ്ട് ഗൈസ്, തരുന്നുണ്ട്. സത്യം. നല്ല ക്വാണ്ടിറ്റി ഉണ്ടല്ലേ ചിക്കനും, അതുപോലെ സാധനം നല്ല ടേസ്റ്റ്. മണിക്കിനി വേണ്ടെന്നാണ് കേസ് പറയുന്നത്. മണി കഴിച്ച് മത്തായി പോയി, മണിയുടെ വയറും നിറഞ്ഞു പോയി. ചോറും ഇവര് ചോറ് തന്നെ കഴിച്ചത്. അപ്പൊ മണി കണത്തി എന്തോ കഴിച്ചു. അത്ര കഴിച്ചാൽ മണിയുടെ വയറ് നിറഞ്ഞു. അത്ര കഴിച്ചാൽ എന്റെ വയറിറങ്ങാം. എന്റെ വയറ്റ് വന്നു. സാധാരണഗതിയിൽ അങ്ങനെയൊന്നും അല്ലല്ലോ വരേണ്ടത്. അല്ല ബസ്സിൽ പോയാൽ മണിക്ക് വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടല്ലോ. അമ്മ കുറെ നേരം കൊണ്ട് കടിച്ചും വലിച്ചും ഒക്കെ പൊട്ടിക്കാൻ നോക്കുന്ന ഗൈസ്, പക്ഷെ നടക്കുന്നില്ല. ഞങ്ങള് ഏകദേശം കുറെ നാളായി അതെ പുറത്തുപോയി ഫുഡ് വെച്ചിട്ട്. മണിയെ കൊണ്ടും പറ്റുന്നില്ല ഗൈസ്. മണി പല്ലി കമ്പിയുടെ പല്ല് അതെ നമ്മൾ പൊട്ടിക്കാതിരിക്കാൻ നടന്നു. നമ്മൾ തുടക്കക്കാര്, നമുക്ക് ഈ വിവരമേ ഉള്ളൂ. പിന്നെ നമ്മൾ തുടക്കക്കാരല്ലേ, മിസ്റ്റേക്ക് എന്ന് നേരെ നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പൊ നമുക്ക് അതനുസരിച്ച് പക്ഷേ സംഭവം ഫുഡ് നല്ലതല്ലേ, നമുക്ക് എടുക്കാറ്. നമുക്കൊരു ക്യാമറമാൻ വേണമല്ലോ. അപ്പൊ ചെറുക്കനെ ഞാൻ വിളിച്ചോണ്ട് ഇതിന്റെയൊക്കെ കൊടുത്താൽ മതി. എന്നിട്ട് ചില നമ്മൾ ഫുഡിന്റെ മാത്രം വോയിസ് പറയുമല്ലോ, ഫുഡ് മാത്രം ഫുഡ് മാത്രത്തിനകത്ത് നമ്മൾ ഇന്ന കടയിൽ പേരെടുക്കുന്നത് അതുകൊണ്ട് മണി ഐഡിയാസ് പറയുന്നു ഗൈസ്. ഞങ്ങൾ ഫുഡിന്റെ റിവ്യൂ എത്രയുള്ളത് ഞങ്ങൾ തുറന്നു, ഞങ്ങൾ കഴിച്ചു, ഞങ്ങൾ സ്റ്റാർട്ടേഴ്സ് ആണ്. സോ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ചെറുതല്ല വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. ക്യാമറ പിടിക്കുന്നതിന്